ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ ഷുഗർ നോ സോൾട്ട് അല്ലെ, കുഞ്ഞുമക്കൾക്ക് കൊടുക്കരുത് എന്നുള്ളത്. പകരം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ് ആഡ് ചെയ്യാം എന്നുള്ളത്, അത് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് സ്വീറ്റ് ആഡ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു റിപ്ലൈ ആണ് ഞാൻ ഇന്ന് തരുന്നതും. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ബനാന പഴം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആപ്പിൾ നമുക്ക് സ്റ്റീം ചെയ്ത് അതിന്റെ പ്യൂരി ആഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ള സ്ട്രോബെറി കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അവക്കാഡോ നമുക്ക് ഒരു സ്നാക്ക് ഐറ്റം ആയിട്ട് കൊടുക്കാം, അത് ആഡ് ചെയ്യാൻ പറ്റും. അവക്കാഡോയിൽ സ്വീറ്റ്ലെസ് ആണ്, അധികം സ്വീറ്റ് ഇല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അവക്കാഡോ പ്ലസ് ബനാന അതൊരു കോമ്പിനേഷൻ ആക്കി കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റും. അപ്പൊ നമ്മൾ കുറുക്കിൽ ആഡ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്പിളിന്റെ പ്യൂരി ആഡ് ചെയ്യാം. അപ്പൊ അത് നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ് കിട്ടും. അതുപോലെ തന്നെ ഡേറ്റ്സ്, ഒന്നോ രണ്ടോ ഡേറ്റ്സ് മതിയാവും കുഞ്ഞുങ്ങൾക്ക് സ്വീറ്റിനായിട്ട്. അത് നമുക്ക് കുറുക്കിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അവക്കാഡോ പ്ലസ് എഗ്, മുട്ടയുടെ മഞ്ഞയും അവക്കാഡോയും കൂടി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല എന്താ പറയാ, നമുക്ക് അധികം സ്വീറ്റ് കൊടുക്കരുത് എന്നുള്ളതാണ്. അതായത് നമുക്ക് വൈറ്റ് ഷുഗർ ആണ് കൂടുതൽ മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതും, കാരണം അത് കൂടുതലായിട്ട് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ പനങ്കൽക്കണ്ടും കരിപ്പൊട്ടിയൊക്കെ കൊടുക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അവരിൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്കത് കൊടുക്കുന്നതിൽ തെറ്റില്ല. അതിൽ അധികം മിനറൽസ് ഒക്കെ ഉണ്ട്, എങ്കിലും ഷുഗർ കണ്ടന്റ് ഹൈ ആണ്. സോ നമ്മളത് കൊടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം, ചെറിയ ടീസ്പൂൺ ഒഴിച്ച് കുറുക്ക് കാച്ചി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പേരിന് ഒരു സ്വീറ്റ് മതി, അത് ഇല്ലാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ പറഞ്ഞ പോലെ ആപ്പിൾ പ്യൂരി രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മാത്രമല്ല റേസിൻസ് ഒക്കെ ഓക്കെ ആണ്, എങ്കിലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കും, നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കുക. കോൺസ്റ്റിപ്പേഷൻ ഒക്കെ മാറാൻ റേസിൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആണ്. ഒരു 6 months കഴിഞ്ഞതിന് ശേഷം നമുക്ക് റേസിൻസ് കൊടുക്കാം. പക്ഷെ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് എടുത്ത് വേണം കുഞ്ഞുങ്ങൾക്ക് അതിന്റെ സിറപ്പും വെള്ളവും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് റേസിൻസ് ഒക്കെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. സോ കൊടുക്കുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. കോമ്പിനേഷൻസ് ഓഫ് ഫ്രൂട്ട്സ് ആണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, അതായത് ഫ്രൂട്ട് കോമ്പിനേഷൻസ്. അപ്പൊ ഇതാണ് ഞാൻ നെക്സ്റ്റ് ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ. അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇതുപോലെ ചോദിച്ചോളൂ, ഞാൻ അതിൽ റിപ്ലൈ തരും. സോ വീണ്ടും അടുത്ത ഒരു പ്രയോജനപ്രദമായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് മൈ ചാനൽ.